ആഗോള അയ്യപ്പ സംഗമത്തിനും അതിനുശേഷം ശബരിമലയിൽ നിന്ന് കാണാതായിട്ടുള്ള സ്വർണ്ണപ്പാളികൾക്കും ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകന് ഒരു സമൺസ് കിട്ടിയതുമായി ബന്ധപ്പെട്ടാണ്. ആ സമൺസ് അയച്ചത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അതായത് 2023 ഫെബ്രുവരി 14 വിവേക് കിരൺ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകനോട് ഹാജരാകണം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ രേഖകളുമായി ഹാജരാകണമെന്ന് പറഞ്ഞൊരു സമൺസ് അയച്ചു എന്നൊരു വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ പത്രം പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ആദ്യം അത് പുറത്തുവിട്ടപ്പോൾ അത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണെന്നും റെഡ് ക്രസൻറ്റിൽ നിന്ന് പണം ഫണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെന്നും ഒക്കെ പറഞ്ഞ് ചില വിവാദങ്ങളുണ്ടായെങ്കിൽ പോലും പിന്നീട് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ളൊരു സമൺസ് പുറപ്പെടുവിച്ചത്. ആ സമൺസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റിലുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയൻ വ്യക്തമാക്കിയ ഒരു കാര്യം, എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ അത്തരത്തിലുള്ളൊരു സമൺസും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ സമൺസിൽ പറഞ്ഞിട്ടുള്ള ഒരു അഡ്രസ്സ് തന്നെ എന്ന് പറയുന്നത് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആദ്യമുണ്ടായിട്ടുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പോലും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് ആദ്യം ഈ വാർത്ത ഉണ്ടാക്കിയതെങ്കിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായില്ല, വിവേക് കിരൺ വിജയൻ ഹാജരായതുമില്ല എന്നുള്ളത് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തി. ആ വിവാദം യഥാർത്ഥത്തിൽ കുറേ നാളുകളായിട്ട് ഇവിടെയുള്ളൊരു വിവാദമാണ്. ആ വിവാദം എന്ന് പറയുന്നത് CPM-നും BJP-ക്കും ഇടയിൽ ഒരു അന്തർധാര ഉണ്ടോ, അത് സജീവമാണോ എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ 2016 BJP-ക്ക് കിട്ടിയിട്ടുള്ള ഏതാണ്ട് 30 ലക്ഷത്തോളം വോട്ടുകളിൽ നിന്ന് 2021 വരുമ്പോൾ ഒരു 4 ലക്ഷം വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ വോട്ടുകളൊക്കെ തന്നെ CPM-ലേക്ക് പോയി എന്നുള്ളതാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ ചിലരെങ്കിലും അന്ന് തന്നെ ആരോപിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതുമായി ചേർത്ത് വെക്കാവുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞു. ഒന്ന്, തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ദത്താത്രേയ ഹൊസബളയുമായി കാണുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ചിലരൊക്കെ പറഞ്ഞതുപോലെ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ കൈ കൊടുക്കുമ്പോൾ പിണറായി വിജയൻ്റെ കൈ നരേന്ദ്രമോദിയുടെ കൈകളുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്, വലിയ സ്നേഹത്തോടു കൂടിയാണ് കാണുന്നത്, മറ്റൊരു മുഖ്യമന്ത്രിമാരെയും ട്രീറ്റ് ചെയ്യാത്ത പോലെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിനെയും അതുപോലെ ഹേമന്ത് സോറനെയും ഒക്കെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ ഇവിടെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും തന്നെ ചെയ്തില്ല എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ ഉന്നയിക്കുമ്പോൾ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സ്വർണ്ണക്കടത്തും മറ്റു പല വിവാദങ്ങളും ഒക്കെ തന്നെ എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് CPM ഒക്കെ തന്നെ മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പിണറായി വിജയൻ എക്കാലത്തും ഉയർത്തിയിട്ടുള്ള വലിയൊരു ഡിഫൻസ് എന്ന് പറയുന്നത്, പ്രതിരോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ചുള്ള അറ്റാക്ക് എന്ന് പറയുന്നത്, എനിക്കെതിരെ യാതൊരു വിധത്തിലുള്ള കാര്യവും നടപടികളും എടുക്കാൻ കഴിയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെന്നും ഞാൻ വളരെ ഒരു കളങ്കരഹിതമായ ഒരു വ്യക്തിജീവിതം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണെന്നും കൂടാതെ എൻ്റെ മക്കളാരും തന്നെ എനിക്ക് കളങ്കം ചേർത്തുന്ന ഒരു പരിപാടിയും ഉണ്ടായിട്ടില്ലെന്നും നിങ്ങളും കേന്ദ്ര ഏജൻസികളും ഒക്കെ തന്നെ എത്രയൊക്കെ തന്നെ എന്നെ പെടുത്താൻ ശ്രമിച്ചാലും അതിനകത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള എന്നെ പെടുത്താൻ കഴിയില്ല. അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, CPM കാരനായതുകൊണ്ടാണ്, ഒരു അഴിമതിയും നടത്താത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന വിമർശനം എന്ന് പറയുന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് എക്കാലത്തും ഇതിനിടയിൽ ഒരു അന്തർധാരകളുണ്ട് ഇവർ തമ്മിൽ എന്ന് പറയുന്ന ഒരു വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുള്ളത്, ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഒരാൾ CPM ഇത്തരത്തിൽ ചില ഡീലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും യഥാർത്ഥത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് PC തോമസ് ജയിക്കുന്ന സമയത്ത് തന്നെ അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്ഥലത്ത് നമുക്കെല്ലാം അറിയുന്ന പോലെ അന്നത്തെ ഒരു ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ കൃത്യമായി മത്സരിപ്പിച്ചത്. അങ്ങനെ മത്സരിപ്പിച്ചുകൊണ്ട് PC തോമസിനെ ജയിപ്പിക്കാൻ അന്ന് ഈ പറയുന്ന NDAയും അതുപോലെ BJP-യും CPM-ആയിട്ട് ഡീലുണ്ടാക്കിയിരുന്നെന്നും അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് തൃശ്ശൂരിൽ കാണാമെന്നും തൃശ്ശൂരിൽ ഉറപ്പായിട്ടും ജയിക്കാൻ പോകുന്നത് BJP ആണെന്നും അവിടേക്ക് ഒരു സീറ്റ് നിങ്ങൾ ജയിപ്പിച്ചു തന്നാൽ 2026 തുടർഭരണം കിട്ടാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നുള്ളതൊക്കെ പ്രകാശ് ജാവദേക്കറും EP ജയരാജനെയും കണ്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ ദല്ലാൽ നന്ദകുമാർ വളരെ കൃത്യമായി മെറ്റിക്കുലസായി ഓരോരോ സംഭവങ്ങളായി നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ നിൽക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു സംശയം ജനങ്ങളുടെ ഇടയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ BJP-യും CPM-ഉം തമ്മിൽ ഒരു അന്തർധാര ഉണ്ടോ എന്നുള്ളതാണ്. അതിലൊരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, വിവേക് കിരൺ വിജയനെതിരെ വന്നിട്ടുള്ള ഈ പറയുന്ന നോട്ടീസിലുമൊക്കെ ജനങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊക്കെ മറന്നുപോയെങ്കിൽ ചില മാധ്യമങ്ങളൊക്കെ തന്നെ മറന്നുപോയി, 2021 കമ്പനീസ് ഓഫ് രജിസ്ട്രാറും അതുപോലെ ഇൻകം ടാക്സും ഒക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2021
മാർച്ച് ഏപ്രിൽ മെയ്യിൽ ഇവിടെ ഇലക്ഷൻ നടക്കുന്നതിനും തൊട്ടു മുൻപ്, അതായത് ജാനുവരിയിൽ വീണ വിജയനെതിരെ ഇതുപോലെ കേന്ദ്ര ഏജൻസികൾ ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷെ ആ നോട്ടീസും ഇതുപോലെ ഒളിച്ചു വെച്ചു എന്ന് പറയുന്ന ആരോപണമുണ്ട്. ഇതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തുകൊണ്ടാണ് പുറത്തൊരു വാർത്തയായി വിടാത്തത്? സാധാരണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ലീക്ക് ചെയ്യുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിന്ന് നടപടിയെടുക്കുന്ന സ്ഥലങ്ങളിൽ, ആ PML ആക്ട് പ്രകാരം നടപടിയെടുക്കുന്ന സ്ഥലങ്ങളിലുള്ള കമ്പനികളിൽ നിന്ന് പോലും പണം മേടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല, പകരം ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയുന്ന വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കമില്ല. അപ്പോൾ അത് ആ ഘട്ടത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, പിന്നീട് ഇതുമായി പോയില്ല എന്നുള്ളതിന് കൂടി ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ആ വിശദീകരണം എന്ന് പറയുന്നത് SNC ലാവലിനും ഇതുപോലെ സമൻസ് അയച്ചിരുന്നു. SNC ലാവലിൻ കമ്പനിക്കും സമൻസ് അയച്ചിരുന്നു. പക്ഷേ കമ്പനി അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതുകൊണ്ട് പുതിയ നടപടികളുമായി പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ കഴിയാതിരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന SNC ലാവലിനെതിരെയോ അല്ലെങ്കിൽ മറ്റു പലർക്കും എതിരെ അയച്ചിട്ടുള്ള സമൻസിലൊന്നും തുടർ നടപടികൾ കൈക്കൊള്ളാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയാതിരുന്നത്. അപ്പോൾ അങ്ങനെ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ ഇത് CPM അതുപോലെ തന്നെ BJPയുമായിട്ടുള്ള ഒരു ബാന്ധവമാണ് എന്ന് നമുക്ക് എത്രത്തോളം പറയാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ മറ്റ് നിരവധി കാര്യങ്ങൾ കൂടി എടുത്തു വെക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നുള്ളത് ചുരുക്കം. കൂടാതെ ഇതിന് ശേഷം നമുക്കറിയാം, നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഇത്തരം ഏജൻസികളെല്ലാം നിയന്ത്രിക്കുന്ന ഇന്ത്യയുടെ ധനമന്ത്രിയുമായിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം കൂടി പുറത്തു വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടയാക്കി എന്നുള്ളതാണ് വാസ്തവം. ഈ സംശയങ്ങൾക്കിടയാക്കിയിട്ടും യഥാർത്ഥത്തിൽ CPM പോലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് അതിഗംഭീരമായി 1 മണിക്കൂറിന് ഏതാണ്ട് 45 മിനിറ്റോളമുള്ള വാർത്താ സമ്മേളനത്തിൽ അതിഗംഭീരമായി മറുപടി പറയുകയും ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുകയും ക്ലിഫ് ഹൗസിലേക്കോ ഞങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് വളരെ വിശദമായി പറയുകയും ഒക്കെ ചെയ്തു. കൂടാതെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു കളങ്കവും ഉണ്ടായിട്ടില്ല. എൻ്റെ മക്കളെക്കുറിച്ചോർത്ത് എനിക്ക് അഭിമാനമാണ്. കാരണം അവരാരും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നോടൊപ്പം നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ എൻ്റെ രീതികൾക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഒരു കളങ്കവും ഉണ്ടായിട്ടില്ല. വിവേക് കിരൺ വിജയൻ എന്ന് പറയുന്ന ഒരാളെ മാധ്യമങ്ങൾ പോലും കണ്ടാൽ അറിയില്ല. കാരണം ക്ലിഫ് ഹൗസിൽ എത്ര റൂമുണ്ട് എന്ന് പോലും എൻ്റെ മകൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ അദ്ദേഹം നടത്തുന്ന വളരെ ഗംഭീരമായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളുടെ രീതിയിൽ തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. കൂടാതെ ഇതിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. ആ രാഷ്ട്രീയ മാനം കൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, ആരും പറയാത്തതുകൊണ്ട്. യഥാർത്ഥത്തിൽ BJPയും CPMും തമ്മിൽ ഇത്തരത്തിലുള്ള അന്തർധാര ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ അറിയേണ്ടത്, കഴിഞ്ഞ തവണ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കിട്ടിയത് 38 ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ്. കഴിഞ്ഞ 2016 BJPക്ക് കിട്ടിയത് 30 ലക്ഷം വോട്ടാണ്. 2021 വന്നപ്പോൾ അത് 26 ലക്ഷം വോട്ടായി ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ 4,10,000 വോട്ടുകൾ BJPക്ക് കുറഞ്ഞു. അങ്ങനെ BJPക്ക് കുറഞ്ഞ വോട്ടുകൾ CPMലേക്കോ LDFലേക്കോ പോയിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാം ന്യായമായി. പക്ഷെ അപ്പോൾ പോലും അവർ ജയിച്ചത് UDF LDF തമ്മിലുള്ള വ്യത്യാസം 12 ലക്ഷത്തിൽ പരം വോട്ടായതുകൊണ്ട് ആ 8 ലക്ഷം വോട്ടുകൾ അപ്പോഴും LDFന് വേറെ അല്ലാതെയും കിട്ടിയതുകൊണ്ട് ഇത് വലിയ വിവാദമായില്ല. പക്ഷേ ഇതിന് ശേഷം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 ലക്ഷം വോട്ടുകളിലേക്കാണ് NDA എത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ NDA എന്ന് പറഞ്ഞാൽ അതിലേതാണ്ട് 98%, 9% തന്നെ BJPയുടെ വോട്ടുകളാണ്, BJP അനുഭാവികളുടെ വോട്ടുകളാണ്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഈഴവ കമ്മ്യൂണിറ്റികൾ, ഒരു ഈഴവർക്ക് തന്നെ വോട്ട് ചെയ്യുന്ന ചില ഒരു കാര്യവുമൊക്കെ നമ്മൾ കണ്ടു. ഉദാഹരണത്തിന് ആറ്റിങ്ങലിൽ വി മുരളീധരനാണ് നിന്നത്, അതുപോലെ ശോഭാ സുരേന്ദ്രൻ BJPയിൽ നിന്നിരുന്നു. അപ്പോൾ ചോദിക്കും, അവിടെ വേറെയും ഈഴവ കാൻഡിഡേറ്റുകൾ ഉണ്ടായല്ലോ എന്ന്. അത് ശരിയാണ്. പക്ഷെ ആ ഈഴവ കാൻഡിഡേറ്റുകൾ BJPയിൽ നിന്ന് തന്നെ വരുമ്പോൾ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന കാര്യവും കൂടി നമ്മൾ കണ്ടു. പിന്നെ അതല്ലാതെയുള്ളത് തൃശ്ശൂർ മാത്രമാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ, ഒരു പ്രത്യേകതകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പ്രത്യേകതകളിൽ വരുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിലെ വോട്ടുകൾ മഹാഭൂരിപക്ഷവും തന്നെ തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നായകൻ ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് CPMലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, 26 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ 2016 കിട്ടിയത് BJP ഇത്തവണ നിലനിർത്തിയാൽ ഏതാണ്ട് 12 ലക്ഷം വോട്ടുകൾ വീണ്ടും CPMലേക്ക് 38 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം വോട്ടുകൾ അങ്ങോട്ട് പോയാൽ ഉറപ്പായിട്ടും രാഷ്ട്രീയമായി വലിയ നേട്ടം അത് CPMന് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. യഥാർത്ഥത്തിൽ അതിനെയാണ് കോൺഗ്രസ് ഭയക്കേണ്ടത്.
ഇത് പലപ്പോഴും CPM-ഉം അതുപോലെ തന്നെ BJP-യുമായിട്ടൊരു അന്തർധാര ഉള്ളതുകൊണ്ട് മാത്രമല്ല ഈ വോട്ടുകൾ പോകാൻ പോകുന്നത്. അന്തർധാര ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ സാധ്യതകളുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CPM-ഉം ഈ പറയുന്ന പോലെ CPM-ന് അങ്ങനെ അന്തർധാര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് രണ്ടു കൂട്ടർക്കും വളരെ ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. ഒന്ന്, CPM-ന് കേരളത്തിലെ ഭരണം നിലനിർത്തിയേ പറ്റൂ. അതിന് സ്വാഭാവികമായി തന്നെ ഈഴവ വോട്ടുകൾ, കഴിഞ്ഞ തവണ BJP-യിലേക്ക് പോയ വോട്ടുകൾ സ്വാഭാവികമായിട്ടും കുറേ വോട്ടുകൾ, അതിൻ്റെ പകുതി മുക്കാലോളം വോട്ടുകളെങ്കിലും CPM-ലേക്ക് തിരിച്ചെത്തും. കാരണം എതിർപക്ഷത്ത് നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും ഒക്കെ പിന്തുണ കൊടുക്കുന്ന ഒരു മുന്നണിയാണെന്നും മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വമുള്ള ഭരണം വരുമെന്നുമൊക്കെയുള്ള ഒരു തോന്നലും പ്രചരണവും ഒക്കെ സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ട് വോട്ടുകളെത്തും. കാരണം BJP-ക്ക് ചെയ്താൽ അവിടെ ഒന്നും ജയിക്കാൻ സാധ്യതയില്ല. ജയിക്കണമെങ്കിൽ ഇത് കൃത്യമായി, വളരെ കൃത്യമായി LDF-ലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു തോന്നലുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഇടയിൽ അന്തർധാര സജീവമാണെങ്കിലും അല്ലെങ്കിലും BJP-യെ സംബന്ധിച്ചിടത്തോളമുള്ള രാഷ്ട്രീയമായിട്ട് ലോങ് ടൈമിലേക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുക എന്താണെന്ന് ചോദിച്ചാൽ, അടുത്തവണ കോൺഗ്രസ് ജയിക്കുകയും CPM തോൽക്കുകയും LDF തോൽക്കുകയും ചെയ്താൽ വലിയ തോതിലുള്ള ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവുകയും ആ പ്രതിപക്ഷത്തിൻ്റെ പെർഫോമൻസിനോടൊപ്പം ഒരിക്കലും പിടിച്ചേൽക്കാൻ BJP കഴിയില്ല. ഇനിയിപ്പോൾ 1-2 പേർ ജയിച്ചു വന്നാൽ പോലും കഴിയില്ല, ജയിച്ചു വരാനുള്ള സാധ്യതകളുമില്ല. അപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ തീർച്ചയായും പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഉറപ്പായും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, കോൺഗ്രസ്, ഭരണത്തിലിരുന്ന കോൺഗ്രസ് വളരെ ശക്തമായി നിലനിൽക്കുകയും CPM ഇവിടെ ഉണ്ടാവുകയും പിന്നെ മറ്റൊരു പാർട്ടിക്ക് സ്പേസ് ഇല്ലാതിരിക്കുകയും ഒരു 20, 22, 24% ഒക്കെ വോട്ട് നേടുന്ന ഒരു പാർട്ടിയായി വളരെ ചെറിയ തോതിലുള്ള വളർച്ച മാത്രമേ BJP-ക്ക് ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ അന്തർധാര ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ നടക്കും. ഇനി അന്തർധാര ഇല്ലെങ്കിൽ പോലും അത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന അനുഭാവികളായിട്ടുള്ള വോട്ടർമാർ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മുമ്പിലുള്ള ചില ചോദ്യങ്ങൾ, 2021 എന്തിനാണ് കേന്ദ്ര ഏജൻസികൾ വീണ വിജയൻ അയച്ചൊരു നോട്ടീസ് ഒരുപക്ഷെ 2021 ഏപ്രിൽ മെയ് ഇലക്ഷനെ പോലും വലിയ തോതിൽ സ്വാധീനിക്കാമായിരുന്ന ഒരു നോട്ടീസ് മറച്ചു വെച്ചത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലുള്ള ഒരു സമൻസ് അയച്ചെങ്കിൽ അത് എന്തുകൊണ്ടാണ് മറച്ചു വെക്കപ്പെട്ടത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷെ ആ ചോദ്യം ഇനി പിണറായി വിജയനോട് ചോദിക്കുന്ന അർത്ഥമില്ല. കാരണം അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വാർത്താ സമ്മേളനം നടത്താനോ പറയാനോ ഒന്നും കഴിയില്ല. അപ്പോൾ അതെല്ലാം തന്നെ തീർച്ചയായിട്ടും, കാരണം യഥാർത്ഥത്തിൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പറയേണ്ടതാണ്. കാരണം എന്തുകൊണ്ടാണ്, ഇന്ത്യ മഹാരാജ്യത്തുള്ള നിരവധി പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നത് പോലെ കേന്ദ്ര ഏജൻസികൾ ഞങ്ങളെയും ഈ പറയുന്ന പോലെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഞങ്ങളെയും കുടുംബത്തെയും കൂടി വേട്ടയാടാൻ ശ്രമിക്കുകയാണ് എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് ഇതാണ്. ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന നേട്ടമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വീണ്ടും ഈ പറയുന്ന ഒന്നാമത്തെ കാര്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചാൽ നോട്ടീസ് കിട്ടിയിട്ടില്ല, അത് പൊളിഞ്ഞു പോയി എന്ന് പറയുന്നത് കൊണ്ട് ഫ്യൂച്ചറിലേക്ക് ഈ BJP വോട്ടുകൾ, BJP അനുഭാവ വോട്ടുകൾ CPM-ലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായിരിക്കും 2026 CPM-നെ പിടിച്ചു നിർത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.